പടന്ന ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി വിജയവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDFിൽ നിന്നും പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുത്തു. ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആകെയുള്ള 16 സീറ്റുകളിൽ 9 സീറ്റുകൾ നേടിയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണി അധികാരത്തിലേറുന്നത്. കഴിഞ്ഞ 2 ഭരണസമിതികളുടെ കാലയളവിലും പ്രതിപക്ഷത്തിരിക്കാനായിരുന്നു LDFിന്റെ യോഗം. എന്നാൽ ഇത്തവണ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയും ഭരണം തിരിച്ചുപിടിക്കാൻ മുന്നണിക്ക് സാധിച്ചു. UDFിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചത് ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ വോട്ടെടുപ്പിന്റെ അവസാന നാളുകൾ വരെ UDF ക്യാമ്പിലുണ്ടായ പടലപ്പിണക്കങ്ങളാണ് ഭരണനഷ്ടത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാദേശിക തലത്തിലുണ്ടായ അതൃപ്തികൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കാതെ പോയത് LDF വോട്ടാക്കി മാറ്റി. വിമതശല്യവും ഉൾപ്പോരും UDF വോട്ടുകൾ ചോരുന്നതിന് കാരണമായി. കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്തിൽ എടുത്തുപറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ UDF ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പടന്ന ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനം, അതിന്റെ ഭാഗമായി വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചിട്ടപ്പെടുത്തിയ പ്രവർത്തനങ്ങളിലൂടെ 16 വാർഡുകളിൽ 9 വാർഡുകൾ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ജനങ്ങളുടെ UDF ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ ഭരണവൈകല്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് UDFിനെ വെറുക്കുകയും LDF മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രിക അത് വെച്ചുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തെ വലിയ തോതിൽ സഹായിക്കുന്ന ഒരവസ്ഥയാണ് പഠനകാലത്തുണ്ടായിട്ടുള്ളത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ജനപക്ഷത്തു നിന്നുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ വരുന്ന 5 വർഷക്കാലം ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെടും. മാറ്റം ആഗ്രഹിച്ച ജനങ്ങളുടെ വിധിയെഴുത്താണ് ഈ ഫലമെന്നും തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച് മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കുമെന്നും LDF നേതൃത്വം വ്യക്തമാക്കി. TCN ന്യൂസ്, തൃക്കരിപ്പൂർ.